ഈ കത്തുന്ന മരുഭൂമി ഒരു പൂന്തോട്ടമായി മാറുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാലോ? അമേരിക്കയിലെ ഡെത്ത് വാലി ഭൂമിയിലെ ഏറ്റവും കഠിനമായ പരിസ്ഥിതികളിൽ ഒന്നായി അറിയപ്പെടുന്നു. ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന താപനിലയുടെ റെക്കോർഡ് സ്വന്തമാക്കി 56.7 ഡിഗ്രി സെൽഷ്യസ്. കിഴക്കൻ കാലിഫോർണിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വിശാലമായ മരുഭൂമി അതിൻ്റെ ചുട്ടുപൊള്ളുന്ന ചൂട്, വരണ്ട വായു, വിശാലമായ വിള്ളൽ വീണ കൊടുങ്കാറ്റുകൾ, മണൽക്കൂനകൾ എന്നിവയാൽ നിർവചിക്കപ്പെടുന്നു. വേനൽക്കാലത്ത് താപനില പതിവായി 45 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഉയരുന്നു. ഇത് മനുഷ്യർക്കും വന്യജീവികൾക്കും അതിജീവനത്തെ ഗുരുതരമായ വെല്ലുവിളിയാക്കുന്നു. എന്നിരുന്നാലും അതിൻ്റെ കഠിനമായ പേരും അവസ്ഥയുമുണ്ടായിരുന്നിട്ടും ജീവൻ ഇപ്പോഴും ഇവിടെ അത്ഭുതകരമായ രീതിയിൽ നിലനിൽക്കുന്നു. സൂപ്പർ ബ്ലൂം എന്നറിയപ്പെടുന്ന അതിൻ്റെ അപൂർവവും അതിശയകരവുമായ പരിവർത്തനമാണ് ഡെത്ത് വാലിയെ ശരിക്കും ആകർഷകമാക്കുന്നത്. അസാധാരണമായ മഴയുടെ കാലഘട്ടങ്ങൾക്ക് ശേഷം മരുഭൂമിയിലെ മണ്ണിൽ കുഴിച്ചിട്ട നിദ്രയിലായ വിത്തുകൾ പെട്ടെന്ന് ജീവൻ പ്രാപിക്കുന്നു. ആഴ്ചകൾക്കുള്ളിൽ തരിശായ ഭൂപ്രകൃതി ഊർജ്ജസ്വലമായ നിറങ്ങളായി മാറുന്നു. മഞ്ഞ, പിങ്ക്, പർപ്പിൾ, വെള്ള കാട്ടുപൂക്കൾ ഒരു ജീവനുള്ള പരവതാനി പോലെ താഴ്വരയുടെ തറയെ മൂടുന്നു. ഈ പ്രതിഭാസം എല്ലാ വർഷവും സംഭവിക്കുന്നില്ല. ഇത് നിരവധി സന്ദർശകർക്ക് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കാണുന്ന ഒരു കാഴ്ചയായി മാറുന്നു. അതിശക്തമായ ചൂടും അപ്രതീക്ഷിതമായ സൗന്ദര്യവും തമ്മിലുള്ള ഈ നാടകീയമായ വ്യത്യാസമാണ് ഡെത്ത് വാലിയെ ഇത്രയധികം സവിശേഷമാക്കുന്നത്. പ്രകൃതി അതിജീവനത്തിൻ്റെ പരിധികൾ ഭേദിക്കുന്ന ഒരു സ്ഥലമാണിത്. അതേസമയം തന്നെ അതിശയിപ്പിക്കുന്ന നവീകരണ നിമിഷങ്ങളും ഇത് വെളിപ്പെടുത്തുന്നു. ചുട്ടുപൊള്ളുന്ന തീക്കാറ്റ് മുതൽ അതിലോലമായ പൂക്കൾ വരെ ഭൂമിയിലെ ഏറ്റവും കഠിനമായ സ്ഥലങ്ങൾക്ക് പോലും അതിശയിപ്പിക്കുന്ന അത്ഭുതങ്ങൾ സൂക്ഷിക്കാൻ കഴിയുമെന്ന് ഡെത്ത് വാലി തെളിയിക്കുന്നു.